ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫിലിം പോസ്റ്റർ എങ്ങനെ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യാമെന്നാണ്. നമുക്കറിയാം, ഫിലിം പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എളുപ്പത്തിൽ ഒരു ഫിലിം പോസ്റ്റർ ഡിസൈൻ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫയൽ എടുത്ത് ന്യൂ എടുക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്ന പോസ്റ്ററിന്റെ വലിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ കൊടുക്കുക. ഞാനിവിടെ ഒരു A3 സൈസിലുള്ള പോസ്റ്ററാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു A3 ഓപ്ഷൻ സെലക്ട് ചെയ്തു, ഓക്കെ അടിച്ചു. ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലാക്ക് ആക്കാണ്. അതിനുവേണ്ടി കൺട്രോൾ ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ടൂൾ ബോക്സിൽ കളർ ബാറിൽ ബ്ലാക്ക് ആക്കിയതിന് ശേഷം കൺട്രോൾ ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ബാക്ക്ഗ്രൗണ്ട് ലെയറിലോട്ട് കളർ ആഡ് ആവും. അതിനുശേഷം ഈ ലെയർ ഒന്ന് അൺലോക്ക് ചെയ്ത് വെക്കുകയാണ്. നമ്മളൊരു പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ആ പോസ്റ്ററിന് വേണ്ട ഇമേജസ്, പിന്നെ ആ ഫിലിമിന്റെ പേര്, പിന്നെ അടിയിൽ കൊടുക്കാനുള്ള ഡീറ്റെയിൽസ്. നമ്മൾ ചെയ്യുന്ന പോസ്റ്റർ ഏത് കാറ്റഗറി ആണ് അല്ലെങ്കിൽ ഏത് മൂഡാണ് വേണ്ടതെന്നുള്ളത് ആ ചെയ്യുന്ന ഫിലിമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമ്മളൊരു ഹൊറർ ഫിലിമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഹൊറർ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ലവ് ഫിലിം ആണെങ്കിൽ ലവ് ബേസ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഡ്രാമ ഫിലിം ആണെങ്കിൽ ഒരു ഡ്രാമ. അങ്ങനെ സിനിമയുടെ മൂഡ് അനുസരിച്ചുള്ള പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ആളുകളിലോട്ട്, ഓഡിയൻസിലോട്ട് ആ ചിത്രത്തെ കുറിച്ചുള്ള ഒരു ഇമ്പാക്റ്റ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റർ ഡിസൈനിങ് അല്ലെങ്കിൽ ഫിലിം പോസ്റ്റർ എന്ന് പറയുന്നത് സിനിമയുടെ കാര്യത്തിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ഹൊറർ ത്രില്ലർ ബേസിലുള്ള അല്ലെങ്കിൽ ഒരു ത്രില്ലർ ബേസിലുള്ള ഒരു പോസ്റ്ററാണ്. അപ്പൊ ആ പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ഒരു ചിത്രമുണ്ട്, മമ്മൂട്ടിയുടെ ദി പ്രേസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ഫാൻ മെയ്ഡ് പോസ്റ്ററാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അതിനുവേണ്ടി കുറച്ച് ചിത്രങ്ങൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അത് എടുക്കാണ്. അതിന് നമ്മൾ ഓപ്പൺ ഫയലിൽ ഓപ്പൺ എടുത്തതിന് ശേഷം നമ്മൾ എവിടെയാണോ ചിത്രങ്ങൾ സേവ് ചെയ്തേക്കണം അത് നമ്മൾ എടുക്കുക. ഓക്കെ, ഇതിപ്പോ ഞാൻ PNG ആയിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു ഫോട്ടോയാണ്. എങ്ങനെയാണ് ഒരു ഇമേജ് PNG ആക്കി എടുക്കുക അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നോട്ടിഫിക്കേഷനിൽ കൊടുത്തേക്കാം, അപ്പൊ നിങ്ങളൊന്ന് പോയി കാണുക. ഞാൻ PNG ആക്കിയ ഈ ഇമേജ് ജസ്റ്റ് ഞാൻ വലിച്ച് എൻ്റെ ഫയലിലോട്ടിട്ടാണ് ജസ്റ്റ് സെൻറ്റർ ചെയ്ത് വയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണ്. ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഇമേജ്, ഒരു ചർച്ചിൻ്റെ ഇമേജ്, അതും ഞാൻ എടുത്തു. അതും ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടാക്കി കൊടുക്കാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കാണ്. ഓക്കെ, കൺട്രോൾ T അടിച്ചിട്ട് നമുക്ക് വലുതാക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ റെക്ടാങ്കുലർ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് അടിയിലത്തെ ലെയർ, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയറിലെ ബ്ലാക്ക് ജസ്റ്റ് ഒരു പുതിയ ലെയർ ആക്കാണ്. കൺട്രോൾ J ആക്കാണ്. സോറി, ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ J അടിച്ച് ഒരു പുതിയ ലെയർ ആക്കി. എന്നിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് വലുതാക്കാണ്. അതിനുശേഷം ഞാൻ ആ ലെയർ മുകളിലോട്ട് കൊണ്ടുവരാണ്. അതിനുശേഷം ഞാൻ എറേസർ ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ ബ്രഷ്, കുറച്ച് സ്മൂത്തായ ബ്രഷ് എടുത്തതിന് ശേഷം നമ്മൾ എറേസർ ടൂൾ എടുത്ത് കുറച്ച് വലുതാക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്യാണ്. അതായത് ആ ഇമേജ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിലോട്ട് ലൈറ്റ് ആയി പോകുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് കിട്ടാനാണ് ഞാൻ അങ്ങനെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഒന്ന് എറേസ് ചെയ്ത് ഒന്ന് ശരിയാക്കിയത്. അതങ്ങനെ ഞാൻ വയ്ക്കുകയാണ്. അതിനുശേഷം ഈ ഇമേജ് ഞാൻ കുറച്ചും കൂടി ഒന്ന് വലുതാക്കി കൊടുക്കുകയാണ്. ഓക്കെ, വയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ പോസ്റ്ററിനൊരു പേര് കൊടുക്കുകയാണ്, നമ്മുടെ ഫിലിമിൻ്റെ പേര് കൊടുക്കുകയാണ്. അത് ദി പ്രേസ്റ്റ് എന്നാണ്. വൈറ്റ് ആക്കി കൊടുക്കുകയാണ്. വൈറ്റ് ആക്കിയതിന് ശേഷം മുകളിലോട്ടിട്ടാണ് ഒന്ന് ജസ്റ്റ് വലുതാക്കാം. ഓക്കെ, നമ്മുടെ ഫോണ്ട് നമ്മൾ ചെയ്തു. ജസ്റ്റ് ഇതിനൊന്ന് ഒരു ഡിസൈൻ കൊടുക്കാണ്. ജസ്റ്റ് മുകളിലത്തെ D എന്നുള്ളത് മാത്രം ഒന്ന് ചെറുതാക്കാണ്.
സ്പേസ് അറേഞ്ച് ചെയ്യാണ്. ഞാൻ പോസ്റ്ററിൻ്റെ സെൻറ്റർ ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യാണ്. അതിനൊന്ന് റൂളർ ടൂൾ എടുത്തൊന്ന് സെൻറ്റർ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ് സെൻറ്ററാക്കി വയ്ക്കുകയാണ്. അതേപോലെ ഇമേജും ഞാനൊന്ന് സെൻറ്ററാക്കി വയ്ക്കുകയാണ്. ഇതിപ്പോൾ നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് ഒന്നൊരു ഇമേജ് കൊടുത്തിട്ടുള്ളൂ. സോറി, നമ്മളൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ടൈറ്റിലിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ, ഒരു സിൽവർ പാറ്റേൺ ഞാൻ കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ വന്നിട്ട് ഒരു സിൽവർ ബാക്ക്ഗ്രൗണ്ട് അടിച്ചതിന് ശേഷം, സിൽവർ വേണ്ട, നമുക്ക് ഗോൾഡ് കൊടുക്കാം. ഗോൾഡാണ് കുറച്ചും കൂടി ഭംഗി ബ്ലാക്കിൽ. അപ്പോൾ ഞാനൊരു ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ജസ്റ്റ് ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു, അത് കോപ്പി ചെയ്തിട്ട് ഞാൻ എൻ്റെ പേജിലോട്ട് പേസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഈ ഗോൾഡൻ പാറ്റേൺ ഈ ലെറ്ററിൻ്റെ ഉള്ളിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മാസ്ക് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഈ ലെറ്ററിൻ്റെയും ഇമേജിൻ്റെയും സെൻറ്ററിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ആ ലെറ്ററിൻ്റെ ഉള്ളിലേക്ക് മാസ്ക് ആവും. ഞാനിത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കാണ്. ചെറുതാക്കി ഞാനൊരു സൈഡിലോട്ട് വെച്ചു, എൻ്റർ അടിച്ചു. അതിനുശേഷം അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് വലിച്ചു വയ്ക്കുകയാണ്. ഇപ്പം നമുക്കിവിടെ 2 കോപ്പിയും ഈ ലെറ്ററായിട്ട് മെർജ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ലോക്ക് ചെയ്തിട്ടേക്കാം, കാരണം നമ്മളത് ഒരുമിച്ച് നീക്കുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ ഒന്ന് ലോക്ക് ചെയ്തിട്ടേക്കാം. അതിനുശേഷം ഞാനതവിടെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ, അതായത് നമ്മൾ ഒരു ചിത്രത്തിൻ്റെ, ഒരു പോസ്റ്ററിന് നമ്മുടെ ഫിലിമിൻ്റെ പേര് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ സംവിധായകൻ, സ്റ്റോറി, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളുണ്ട്. അത് ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ പോസ്റ്ററിൽ നിന്ന് തന്നെ ഒന്ന് വലിച്ചിടാണ്. ഇതിപ്പോൾ ഓൾറെഡി ഒരു പ്രേസിൻ്റെ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്ററാണ്. ഈ പോസ്റ്ററിൽ നിന്ന് തന്നെ ഞാനൊന്ന് വലിച്ചിടാണ്. ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടു. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ്. അപ്പോൾ ഞാൻ ഒന്ന് ആ ബാക്ക്ഗ്രൗണ്ട് മാറാൻ വേണ്ടി ഓക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഇതിവിടെ ലെയറിൻ്റെ മുകളിൽ ഓപ്ഷൻസ് ഉണ്ട്. നോർമൽ, ഡിസോൾവ്, ഡാർക്ക്, മൾട്ടിപ്പിൾ, കളർ ബേൺ, ലൈൻ ബേൺ എന്നൊക്കെ പറഞ്ഞിട്ട്, ലൈറ്റൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ ഞാൻ ലൈറ്റൺ എന്ന് പറഞ്ഞൊരിതാണ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമനുസരിച്ച് നോക്കാം, ചേഞ്ച് ചെയ്ത് നോക്കാം. അത് ഏത് പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഏത് പാറ്റേൺ ആണ് യോജിക്കണേ എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് സാധാരണഗതിയിൽ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ടൈപ്പ് ചെയ്താണ് വെക്കേണ്ടത്. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാതെ ജസ്റ്റ് ആ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചെന്നുള്ളൂ. ഇതൊരു ഫാൻ മെയ്ഡ് പോസ്റ്റർ ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ജസ്റ്റ് ഡാർക്ക് ആക്കാം. അതിന് നമ്മൾ Ctrl+U അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ്റുറേഷൻ്റെ ഒരു ബോക്സ് വരും. ആ ബോക്സിൽ നമുക്കൊന്ന് കളറ് ഒരു അല്പം റെഡിഷ് കൂട്ടി കുറച്ച് ഡാർക്കാക്കി, ബാക്ക്ഗ്രൗണ്ട് ഡാർക്കാക്കി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഓക്കെ അടിക്കുക. അത് നമുക്ക് യു അടിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇമേജിൽ അഡ്ജസ്റ്റ്മെന്റിൽ ഈ ലെവൽ, ഓട്ടോ ലെവൽ, ഇതൊക്കെ നമ്മൾ കളർ കറക്ഷൻ ഉള്ളതാണ്. നമുക്ക് ഇത് വെച്ച് എല്ലാം, അതായത് ലെവൽ കൂട്ടാം, ഓട്ടോ ലെവൽ ആക്കാം, ഓട്ടോ കോൺട്രാസ്റ്റ് കൂട്ടാം, കളർ കൂട്ടാം, കളർ ബാലൻസ് ചെയ്യാം, ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ്, പിന്നെ ഹ്യൂ ആൻഡ് സാറ്റുറേഷൻ, ഇതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് Ctrl+U ഞാൻ എൻ്റെ ഷോർട്ട് കട്ട് പറഞ്ഞതുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇമേജിൽ അഡ്ജസ്റ്റ്മെന്റിൽ പോയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ഓക്കെ അടിച്ചു. അതിനുശേഷം ഇതേപോലെ തന്നെ ഞാൻ ഈ പ്രീസ്റ്റിൻ്റെ ഇമേജും ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനിത് ഷോർട്ട് കട്ടാണ് അടിക്കുന്നത്. Ctrl+L അടിച്ചിട്ടുണ്ടെങ്കിൽ ലെവലിൻ്റെ ഷോർട്ട് കട്ടാണ്. എടുക്കണമെന്നുണ്ടെങ്കിൽ ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് നമുക്ക് ലെയർ എടുക്കാം. ഞാൻ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കി കൊടുക്കാണ്, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാണ്. ഓക്കെ, ചെയ്തു. ഇപ്പോൾ ഏകദേശം നമ്മുടെ പോസ്റ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലെറ്ററിങ്ങും കൂടി മുകളിൽ കൊടുക്കണമായിരിക്കാം. ജസ്റ്റ് ഒന്ന് നോക്കി ടൈപ്പ് ചെയ്യാണ്.
ഓക്കെ, ഞാൻ എടുത്ത് ജസ്റ്റ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്തു. ഒരു 18 ഞാൻ കൊടുക്കാണ്. ഓക്കെ, അത് ഞാൻ സെൻറ്റർ ചെയ്ത് വെച്ചു. ജസ്റ്റ് അതിൻ്റെ കളറ് ഞാൻ കളർ ബാറിൽ പോയിട്ട് ജസ്റ്റ് ഈ പേസ്റ്റിൻ്റെ കളർ ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കാണ്. ഓക്കെ, ആ കളറും കിട്ടി. ഒന്ന് സെൻറ്ററാക്കി വെക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഈ ഇമേജ് ലെയർ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ലെയറിൽ ഞാനൊന്ന് ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് കുറച്ച് ഡ്രോപ്പ് ഷാഡോ കൊടുക്കാണ്, ഒരു ബ്ലാക്കിഷ് കയറി വരാനായിട്ട്. ഇത് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഓക്കെ, ഞാനത് കൊടുത്തു. അതിൻ്റെ കളറ് കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് ആക്കി കൊടുക്കാം, അറിയാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ, ഇനി ഞാൻ ഒരു ഇമേജും കൂടി എടുക്കുകയാണ്, ഒരു ഹൊറർ ഫീൽ കിട്ടാൻ വേണ്ടി. നമുക്കത് നമ്മുടെ പോസ്റ്ററിൻ്റെ ഡിസൈൻ കൂട്ടാനായിട്ട് നമുക്ക് കുറേ എലമെൻസുകൾ അല്ലെങ്കിൽ കുറേ വെക്ടറുകളൊക്കെ സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കൈയുടെ ഒരു ഹൊറർ ഫീലിംഗ് കിട്ടാൻ വേണ്ടി ഒരു കൈയുടെ ഒരു ഇത് കൊടുക്കുകയാണ്. ഞാനിത് PNG ആക്കി കട്ട് ചെയ്തെടുത്താണ്. ഓക്കെ, ഞാൻ ഒന്ന് ചെറുതാക്കി ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു, എൻ്റർ അടിച്ചു. ഞാൻ ലെയർ മുകളിലോട്ടാക്കി വയ്ക്കുകയാണ്. അതായത് നമ്മുടെ ലെയർ ബോക്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശേഷം ജസ്റ്റ് ചെറുതാക്കാണ്. ഓക്കെ, ഞാനിത് കുറച്ച് കോപ്പികൾ എടുക്കുകയാണ്. നമ്മുടെ ക്രിയേറ്റീവ് അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു വെക്കാം. ഓക്കെ, ഞാൻ എന്നിട്ട് ഈ കോപ്പി ചെയ്തെടുത്ത് വെച്ച എല്ലാ ലെയറുകളും സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ എല്ലാം കോപ്പി സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി കൺട്രോൾ E അടിച്ചത് മെർജ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒറ്റ ഫയലായിട്ട് കിട്ടും. ഓക്കെ, ഇതിനുശേഷം ഞാൻ ഇതിൻ്റെ കർവ്സ് ഒന്ന് കൂട്ടാണ്. ഇവിടെ ചാനലിൽ റെഡ് ആക്കിയിട്ട് റെഡിഷ് കുറച്ചൊന്ന് കയറ്റി കൊടുക്കാണ്. ഓക്കെ, ഇനി ഞാൻ ഹ്യൂജ് ആൻഡ് സാച്ചുറേഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കളറ് ഒന്നൊരു ബ്രൗണിഷ് ആക്കാണ്. ഓക്കെ, അതിനുശേഷം ഇത് ആ ലെയർ ഞാൻ ബാക്കൗട്ട് ആക്കിയിട്ട് ജസ്റ്റ് കുറച്ച് ഒന്ന് ഫെയ്ഡ് കുറച്ച് കൊടുക്കാണ്, ഒരു 45. ഫെയ്ഡ് കുറയ്ക്കാനായിട്ട് നമ്മുടെ ലെയർ പാനലിൻ്റെ സൈഡിൽ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അത് ഞാൻ ഒപ്പാസിറ്റി ഒരു 40-45 ഒക്കെ ആക്കി കൊടുത്തേക്കാണ്, ഒരു 45 ആക്കിയേക്കാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഹൊറർ ഫീലിങ്സ്, അതായത് ഒരു ആത്മാക്കളുടെ ഒരു ഇത് കിട്ടാനായിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. എത്രത്തോളം മനസ്സിലാവേണ്ടത് എനിക്കറിയില്ല, എൻ്റെ ഒരു ഇതിൽ ഞാൻ കൊടുത്താണ്. പിന്നെ നമ്മൾ ആ എഴുതിയേക്കുന്നത്, കാരണം ഇത് കോപ്പി ചെയ്ത് വെച്ചേക്കണത് കൊണ്ടാണ് അത്ര തെളിച്ചില്ലാത്തത്. നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ചും കൂടി തെളിച്ചുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് കർവ്സ് ഒന്ന് കൂട്ടി ഒന്ന് ലൈറ്റാക്കി കൊടുക്കാനൊന്ന് വായിക്കാവുന്ന രീതിയിലാക്കാണ്. ഓക്കെ, ഓക്കെ, ഇപ്പൊ നമ്മുടെ പോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ പോസ്റ്റർ ഏകദേശം റെഡിയാണ്. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് മൂവി പോസ്റ്റർ ഫോട്ടോഷോപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും, നമ്മുടെ ക്രിയേറ്റീവ് അനുസരിച്ച്. ഞാനത് വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു ഇതാണ്. കുറച്ചും കൂടി ടൈം എടുത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല എലമെന്റ്സ് ഒക്കെ കയറ്റിയിട്ട് അല്ലെങ്കിൽ നല്ല ഇമേജസ് ഒക്കെ ആഡ് ചെയ്ത് വളരെ മനോഹരമായ ഒരു പോസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫോട്ടോഷോപ്പ് സംബന്ധിക്കുന്ന കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.